ഇതാമേ പാല്. മാധവൻ കുളിച്ചോ മോളെ? നീ പഞ്ചസാരയും കൊടുത്തേ. കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇവിടുന്ന് മാറുന്ന കാര്യം എന്തായി? ഇത് ടൗണല്ലേ അമ്മേ. അമ്മക്ക് അറിഞ്ഞൂടെ? ഈ വീട് തന്നെ നമ്മൾ 250 രൂപയല്ലേ വാടക കൊടുക്കുന്നത്? 5 വീട്ടുകാർ കൂടി ഒറ്റ കുളിമുറിയാ. ഒന്ന് സ്വൈര്യമായി കിടക്കാൻ തന്നെ സൗകര്യമില്ലാത്ത ഈ വീടിന് ഇത്രയും വാടക കൊടുക്കുന്ന എന്തിനാ? ഞാൻ സന്തോഷിച്ചു കൊടുക്കുകയല്ലോ, ഹൗസ് ഓണർ പിടിച്ചു വാങ്ങിക്കല്ലേ. എടി ലതികേ, ലതികേ. എന്താ ഏട്ടാ? ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ കുളിമുറി കയറിയാ മതി കേട്ടാ. ഒക്കെ വായി നോക്കിയാ. ഈശ്വര, ചതിച്ചു എന്നാ തോന്നുന്നത്. എന്ത് പറ്റി മോനെ? പൂവിനംകുട്ടി അധികാരിയുടെ മോൻ സേതു അവിടെ നിൽക്കുന്നമ്മേ. നീ അകത്തേക്ക് വിളിക്കുമോനെ? അമ്മ മിണ്ടാതെ എവിടെ ഞാൻ ഇരുന്നോ, വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട. നിന്റെ കൂടെ പഠിച്ചവനല്ലേ? അധികാരിയുടെ വീട്ടിൽ നിന്ന് എത്ര കഞ്ഞി വെള്ളം കുടിച്ചിരിക്കുന്നു. നീ അകത്തേക്ക് വിളിക്കണവനെ. അമ്മ മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കരുത്. അടുപ്പ സ്നേഹമൊക്കെ നാടിച്ചു നിൽക്കാൻ മതി. ഒരു ജോലിയും കൂലി ഇല്ലാത്തവനാ, വലിയ ബാധ്യതയാവും. ആരാ ആരാ? അയ്യോ, ഇതാര്? എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നിന്നെ പറ്റി ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ. സുഖാണോ? അങ്ങനെയൊക്കെ കഴിയുന്നു കുഞ്ഞെ. ഏതോ ക്ഷീണിച്ചു പോയിരുന്നു. ഭയങ്കര അലച്ചിലായിരുന്നു. നീ അങ്ങ് വളർന്നു പോലടില്ലേ? അധികാരി മരിച്ചപ്പോ വരണമെന്ന് വിചാരിച്ചതാ. ഇവന് ഒഴിവ് കിട്ടിയില്ല. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാ. സേതുവാ, നമുക്ക് ഓഫീസിലേക്ക് പോവാം. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അല്ല, സേതുവിന് ചായ കൊടുക്കണ്ടേ? ചായ ഞങ്ങൾ വഴി കുടിച്ചോളാം. അല്ലേടാ? ഞാനേ ബോംബെന്ന് വരാ. ട്രെയിനിൽ വന്ന് റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു. കക്കൂസിലിരുന്നായിരുന്നു യാത്ര. ഭയങ്കര ക്ഷീണം. ഒന്ന് കുളിക്കണം, സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അല്ല, നീ വേണേ പോയിക്കോടാ, നമുക്ക് വൈകിട്ട് കാണാം. മാധവൻ പോയിക്കോ, സേതു ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അല്ല, നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം. എവിടാ നിന്റെ ഓഫീസ്? ഓഫീസ് ഗാന്ധി നഗറിലെ. ചേച്ചി, ഞാൻ എങ്ങനെ കാണാൻ ചേച്ചി? 2 കൈ മാത്രം കണ്ടോളാം അവള് പറഞ്ഞ. ഇല്ലടി, എന്നാലും ജനൽ തുറന്നിട്ടുണ്ട് ആരെങ്കിലും കിടക്കും. സമാധാനമല്ലേ? ഇനി മേലാൽ സൂക്ഷിക്കണം കേട്ടോ മോളെ. ഒന്നും ചെയ്യരുത്. ആ സ്റ്റേഷനിൽ പോലീസേ ഉള്ളൂ. എസ് ഐ അല്ലേ സ്റ്റേഷനില്? ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത്.
നിങ്ങളാണല്ലോ അങ്ങോട്ട് കൂലി കൊടുത്ത് അവിടെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ സംഭവം എന്താ? ഞങ്ങൾക്കാർക്കും ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീട്ടിലെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു. ഇവിടെ ഈ നാട്ടുകാരൊക്കെ കൂടെ ഓടിച്ചു വിട്ടു. കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി ആയിപ്പോയി. ദേ, ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ കഴിച്ചു കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ പിന്നെ വന്നിരിക്കുന്നു. ആ കള്ളൻ തന്നെയാണ് പിന്നെയും വന്നതെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചതാ. വേണ്ട, ഊഹിക്കാൻ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി? ചിലരെയൊക്കെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം മിനിസ്റ്റർ വിളിച്ച് പറയേണ്ടി വരും. അതുകൊട്ടെ, ഏത് വീട്ടിലാ സംഭവം നടന്നത്? ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഇല്ല, ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അങ്ങൊരാണല്ലേ? അതിപ്പോ ഈ സ്ത്രീകളെന്താ എങ്ങനെ പെരുമാറണേ? മാറിക്കോ, ഇവിടെ എന്നാ മതി. ഞാൻ അകത്ത് പോയി സംസാരിച്ചിട്ട് വരാം. പുറത്ത് അധികാരത്തിന്റെ ലാത്തി കാണിച്ചെന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കണ്ട. ക്രൂരതയുടെ ആ കാക്കിക്കുപ്പായം അഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായി എന്റെ മുമ്പിലേക്ക് വരൂ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലേലും തന്നെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും. സംഭവം നടന്നത് എത്ര മണിക്കാണ്? ഞാൻ അവസാനമായി പറയുന്നു, ഒരു ബലപരീക്ഷണത്തിനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും, നിന്റെ നാവ് ഞാൻ അരിഞ്ഞു വീഴ്ത്തും. പറയാനാ പറഞ്ഞത്. എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എന്താ? മഹാപെശകാണ് ഞാൻ. ആ മുട്ടത്തറിന് ഭ്രാന്തുണ്ടോ? എന്താ? തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി അവന്റെ മോന്തയുടെ ഷേപ്പിലാൻ പറ്റും. അല്ല, കുട്ടിത്തിൽ സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണോ? വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ മുറിയിൽ ഒച്ചയും ബഹളും. ഏതോ പുതിയ വാര്യക്കാർക്ക് വേണ്ടി കുറ്റാന്വേഷണം എഴുതും അത്രേ. എങ്കിൽ പിന്നെ പോലീസിനെ വിളിപ്പിച്ചെന്തിനാ? അയാൾ പോയി കുറ്റാന്വേഷണം കണ്ടുപിടിക്കട്ടെ. ഇതെന്താ പോലീസും പട്ടാളമൊക്കെ? പട്ടാളമൊന്നുമില്ല, പോലീസ് മാത്രമേ ഉള്ളൂ. ഏതാ ഇവൻ? കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഇന്നലെ രാത്രി ഈ പെൺകുച്ചിന്റെ കൈത്ത് കയറി പിടിച്ച് നീ അവിടെ? മര്യാദക്ക് സംസാരിക്കണം. ഞാൻ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ പിന്നെ ഇഷ്ടം പോലെ മര്യാദകളാവാം. എന്ത് പറ്റി? ആളുകൾക്ക് ഇപ്പൊ പഴയ പോലെ പോലീസിനെ പേടില്ലാണ്ടായോ? പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ കോളനി എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ? ഒന്നുകിൽ ഒരു കത്തിക്കുത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം. ഒന്ന് ശ്രമിച്ചു നോക്ക്. അവിടെ നിൽക്കണം. നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണോ? എനിക്ക് എല്ലാവരെയും സംശയമുണ്ട്. ഇന്നലെ രാത്രി ഈ പെങ്കുച്ചിന്റെ കഴുത്തി കിടന്ന് മാല പൊട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ചേക്കൊന്ന് മാറില്ലേ? നാളെ ഇന്നലെ രാത്രിയും കേട്ടല്ലോ ഇയാൾ ഒച്ചയും ബഹളവും. ഏതോ ഒരു കിളിയെഴുത്തുകാരനാണെന്നും പറഞ്ഞ് കുട്ടികളുടെ അച്ഛനെ ചീത്ത വിളിച്ചതാ. കോളേജ് പ്രൊഫസറാത്രേ. മൂക്കറ്റം കുടിച്ചു കിടക്കുന്ന ഇവന്റെയൊക്കെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം. എത്ര കുടിച്ചാലും ഈ കോളനിയിൽ അല്പം സ്വഭാവം അങ്ങനെ മാത്രമേ ഉള്ളൂ. ഞാൻ ഹോം മിനിസ്റ്റർ വിളിച്ച് പറയാം. അതാ നല്ലത്. അദ്ദേഹം വന്നു. വാ. ഒരു ലോറിക്ക് 5000 വെച്ച് പിന്നെ അവന്മാര് കൂട്ടി. കാട്ടിലെ മരം തേവയുടെ ആന, വലിയടാ വലി. എന്തോ ചെയ്യും? എത്ര ലോഡുണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു. കുറച്ച് ഐസ് വാട്ടർ എടുത്തേ. 15-50 രൂപ ഒറ്റയടിക്കങ്ങ് മാറിക്കിട്ടി. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീർന്നു. പെരിന്തൽമണ്ണ എത്തിയപ്പോ ദാ നിൽക്കുന്നു സ്പെഷ്യൽ കോടുകാരൻ. രാത്രി മണി 2 ഉറക്കുളച്ച് നിൽക്കുക ചെറ്റകള് കൈക്കൂലി വാങ്ങാം. 10000 വാങ്ങി വെച്ച അവന്മാര് പറയുക, മുതലാളി സാധനം സ്പിരിറ്റാണ്, രായ്ക്ക് രാമാനം വീതം വെച്ച് അതാത് ഷാപ്പുകളിൽ എത്തിച്ചില്ലെങ്കിൽ സംഗതി കുഴപ്പമാണ്. എന്തോ ചെയ്യും? പാവപ്പെട്ട മുതലാളിമാരെ ഒരു ജീവിക്കാൻ സമ്മതിക്കില്ല. കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക. അതിനല്ലേ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ പെടുന്നത്. ഇത്തവണ കോർപ്പറേഷൻ. ചുമ്മാരി, അവളുടെ ഒരു ഓപ്പറേഷൻ. ആദ്യം കോർപ്പറേഷൻ, പിന്നെ അസംബ്ലി. നീ ഒരു ചായ എടുക്ക്. സ്വാമിയുടെ അവന്റെ ഇറച്ചിരുന്ന് പഠിക്കുക.
അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്. മതി, പുരോഗതിയുണ്ട്. ഒന്നുമില്ല, റിയാക്ഷൻ കിട്ടിയല്ലോ. കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാലെന്ന് വിചാരിച്ചതാ. എന്തോന്നു? വലിയ പുണ്യാളം ചമ്മയൊന്നും വേണ്ട. എന്തായിരുന്നു ടോമിയുടെ ഉദ്ദേശം? ഈ കൊച്ചു എന്തൊക്കെയാ പറയുന്നത്? ഈ വേഷം കൊണ്ട് നിന്റെ അടുത്ത് വേണ്ട. ജനന്റെ ഇടയിൽ കൂടി എന്നെ കയറി പിടിച്ച് എന്തിനാന്നാ ചോദിച്ചത്. ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല. വിളിച്ചുണർത്തി ഒരു കാര്യം പറയാന്ന് വെച്ചപ്പോ. പാതിരാത്രിക്കാണോ കാര്യം പറയുന്നത്? യഥാർത്ഥ സ്നേഹത്തിന് നേരവും കാലം ഒന്നുമില്ല. ഞാൻ ടീച്ചറിന്റെ സ്കൂളിലൊന്ന് വരണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. വിശേഷിച്ച് വിശേഷമൊന്നുമില്ല, സ്കൂളൊക്കെ ഒന്ന് കാണാനായിട്ട്. ടോമിക്ക് കാണാനും മാത്രം അവിടെ ഒന്നുമില്ല. പെമ്പിള്ളേരൊക്കെ ഇത്ര വലിപ്പമുള്ളൂ. പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ സാർ? ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. വീട്ടിലൊരു പ്രശ്നം വന്ന് പെട്ടിട്ടുണ്ട്. ഞാൻ പോവാ. കൂട്ടി താക്കോല് തന്റെ കയ്യിൽ വെച്ചോളൂ. ആ, നിർമ്മല ടീച്ചർ സ്കൂൾ വിട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക്. റിന്യൂ ചെയ്യണം. ശരി സാർ. അവിടെ നിൽക്ക്. ഈ മാസാവസാനം നിങ്ങൾ വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവൽ എഴുത്ത് നിർത്തും. ഓഹോ, വായനക്കാരുടെ ഭാഗ്യം. ഞാൻ വീടൊഴിയുന്നില്ല. ഞാൻ എഴുത്ത് നിർത്തുന്നത് തന്നെ ഇവിടുന്ന് കെട്ടിക്കാനാ. ഞാൻ കേസ് കൊടുക്കും. ഇത്ര ഒരു മുറി മാടായി കിടന്ന് ഇത്രയും വലിയൊരു ബോർഡും വെച്ച് ഇവിടെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കടന്നു വരൂ? ഞാൻ സെൻട്രൽ ഓഫീസിലൊന്ന് എഴുതി ചോദിക്കട്ടെ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ദേ നോക്ക്, ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും. പറഞ്ഞേക്കാം. ഞാൻ വരട്ടെ. സദ്യയൊക്കെ കൊടുത്ത് അവനെ ഇവിടെ കുറ്റി അടുപ്പിക്കാനാണോ ഭാവം? ദൈവദോഷം പറയാതരാ. അമ്മ അവനോട് സംസാരിച്ചു. എന്താ അവന്റെ പരിപാടി? നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടുത്തെ കളക്ടറല്ലേ പറഞ്ഞു പറഞ്ഞ ജോലി ശരിയാക്കി കൊടുക്കാൻ. അവനോട് നാട് പോകാൻ പറ. അവനവിടെ ആരാടാ ഉള്ളത്? അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണം അവിടെ. ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്രേ. നീ അവനോട് സംസാരിച്ചോ? അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ. അന്യരോട് കൊഞ്ചാൻ പോയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം മഹാ ചീത്തയാ, പറഞ്ഞേക്കാം. നാട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവനോട് ലോഡ്ജ് എടുത്ത് താമസിക്കാൻ പറ. നിനക്ക് അങ്ങോട്ട് പറഞ്ഞൂടെ? എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എങ്ങനെയാ മുഖത്തോക്കി പറയാ? അമ്മേ, എഴുന്നേക്കടാ കൂട്ടുകാരാ, എഴുന്നേക്ക്. നീ കുളിച്ച? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ഇത് വേണം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് 3 മാസമായി. നല്ല വിശപ്പും. എന്തൊരു വാടകയാ ഇപ്പൊ വീടിനൊക്കെ. 250 രൂപയാ ഇതിന്. ഒരടുക്കളയും ഒരു കിടപ്പുമുറി. ഞങ്ങൾ 3 ആളും ഒരു മുറിയിലാ ഇവിടെ കിടക്കുന്നത്. ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ. അവിടെ ഇത്രയും പോലും ഇല്ല, ഒരു കൊച്ചുമുറി. അവിടെ ഞങ്ങൾ 8 പേര് ഒന്നിച്ചാ കിടന്നിരുന്നത്. പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക. അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിങ്ങൾ 8 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ. ആണുങ്ങൾ മാത്രമൊന്നുമല്ല,
ചെർപ്പളശ്ശേരിക്കാരനൊരു രാമമേനോൻ, അയാളുടെ ഭാര്യ, പിന്നെ ഒരു പെൺകുട്ടി, പിന്നെ തികച്ചും അന്യരായ ഞങ്ങൾ 5 ആണുങ്ങളും ഒന്നിച്ചാ കിടന്നിരുന്നത്. ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണേലും കിടക്കാം. ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ, നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ? അതിന്റെ യാതൊരു ആവശ്യമില്ല. എക്സ്ക്യൂസ് മീ, ആ പെന്നും തരോ? ഈ മേൽവിലാസം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, നേരത്തെ എന്തെങ്കിലും പറഞ്ഞ പോരെ? അതറിയാഞ്ഞിട്ടല്ലോ ഇങ്ങോട്ട് വന്നത്. ആ, സംഗതി എക്സ്പ്രസ് ആയിക്കോട്ടെ. എപ്പോ കിട്ടും? അരമണിക്കൂറിനെ എത്തിച്ചേക്കാം. ഒരു ടെലിഗ്രാം ഉണ്ട്. നാളെ 9 മണിക്ക് മുമ്പ് ബാംഗ്ലൂർ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് രാവിലെ. MD നേരിട്ട് അയച്ചിരിക്കുക. നാളെ കാലത്ത് 9 മണിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവും. ആ അമ്മയിലധികെ പെട്ടെന്ന് ഒരുങ്ങിക്കോളൂ. ഇപ്പൊ തന്നെ പുറപ്പെടാം. 6:30 ഒരു ട്രെയിൻ ഉണ്ട്. അല്ല, ഞങ്ങൾ പിന്നീട് പുറപ്പെട്ടാ പോരെ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്. അല്ല, അത്യാവശ്യ സാധനങ്ങൾ ഇപ്പൊ എടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഓഫീസിലുള്ളവർ പാക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചോളും. അല്ല, സേതു നാട് പോവല്ലേ? അല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരാം. അവിടെ ബാംഗ്ലൂരിൽ HAL, HMT, BL തുടങ്ങിയ ഒത്തിരി കമ്പനികളുള്ളതല്ലേ, അവിടെ ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഈ തിരക്കിന്റെ ഇടയിൽ സേതു വരണ്ട. ഞങ്ങൾ അവിടെ എത്തിയിട്ട് വീടൊക്കെ ശരിയാക്കിയിട്ട് സേതുവിന് കമ്പി അടിക്കാം. എന്നിട്ട് വന്നാ മതി. അത് ശരി. അപ്പോ അതുവരെ ഞാൻ അവിടെ താമസിക്കാം അല്ലേ? അത് ശരിയാവില്ല. ഹൗസ് ഓണർ സമ്മതിക്കില്ല. സേതു നാട്ടിൽ പോയിക്കോളൂ. ഞാൻ കമ്പി അങ്ങോട്ട് അടിച്ചേക്കാം. എന്താ? അല്ല, നാട്ടിൽ പോയാൽ പോകുന്നതിനെന്താ? 2 ദിവസത്തിനകം ഞാൻ കമ്പി അടിച്ചിരിക്കും. അവന് നമ്മുടെ കൂടെ വന്നോട്ട് മോനെ. കാര്യം അറിയാതെ അമ്മ അഭിപ്രായം പറയട്ടോ. അപ്പൊ ഞാൻ നാട്ടിൽ പോവാല്ലേ? അതാ നല്ലത്. അല്ല, അതെ, അവിടെ ചെന്ന ഉടനെ എന്നെ വിവരം അറിയിക്കണം. സംശയമുണ്ടോ? അപ്പൊ നീ നാട്ടിലേക്ക് പോകല്ലേ? പെട്ടെന്ന് പാക്ക് ചെയ്തോളൂ. വരും. നേരെ കളയണ്ട. വാ. നീയും കയറിക്കോളൂ. നിന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കാം. വളരെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടിട്ട് ഒരു 4 ദിവസം ഒന്നിച്ചു കഴിയാൻ നമുക്ക് സാധിച്ചില്ല കൂട്ടുകാരാ. ഞാൻ കമ്പി അടിക്കും. നീ വരണം കേട്ടോ. വരാം, തീർച്ചയായും വരാം. പോട്ടെ. ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്ററാണ്. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. ദുഷ്ടാ, കോട്ടയ്ക്കാട് അംശാദീരയുടെ മോനല്ലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാദേവനോട് പോയിക്കോ. വരുന്നേ വാ, ടാക്സി വെയിറ്റ് ചെയ്യണം കേട്ടോ. വാ.
പോയില്ലേ? നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടക്കാട്ടേക്ക് 9:30 വരെ ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ പിന്നെ ഈ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ ഈ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നെ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാലത്ത് പോവേ. എന്റെ ഭാഗ്യം മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാ. സേതു വല്ലതും കഴിച്ചോ? ഇല്ലമ്മേ. എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. മാധവ, എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ? അതെ, അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടിച്ചമച്ചതല്ലേ? അതെ. ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട്... നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഒക്കെ മനസ്സിലായി. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു. ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു. കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി. എന്ത് ജോലി? എന്തെങ്കിലും. ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് വല്ലതും ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കുറേ സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ. അതുവരെ നീ എവിടെ താമസിക്കും? ഇവിടെയാ സേതു. പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിൽ എന്നും തീയ. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. നീ ഏത് ടൈപ്പായാലും അത് ശരിയാവില്ല. നീ വല്ല ലോഡ്ജിലും നോക്ക്. അതിന് കാശ് വേണ്ടേ? പിന്നെ എന്ത് ഒലക്കായിട്ടാണോ നീ ഇറങ്ങിയിരിക്കുന്നത്? കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ, അതിലൊന്നുമില്ലേ? അതില് കുറെ മുഷിഞ്ഞ തുണികളാ. ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി തയ്പ്പിച്ച പാന്റ് ഷർട്ടും. ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം. പക്ഷെ ജോലി കിട്ടിയാൽ തിരിച്ചു തരണം പ്ലീസ്. യെസ്. ഫാൻ ഇല്ലല്ലേ? ഇല്ല. ഭയങ്കര ചൂട്. 8 രൂപ വാടകയുള്ള മുറിയിൽ AC ഫിറ്റ് ചെയ്ത് തരാൻ പറയട്ടെ. മുട്ട കാണും. കുത്തിയിരുന്ന് കൊന്നോ. 2 ദിവസം ഒന്ന് ഉത്സാഹിച്ചാൽ മൂട്ടകളെ ഫാമിലിയോടെ നശിപ്പിക്കാം. വേറെ ജോലിയൊന്നുമില്ലല്ലോ. ആ പിന്നെ ഞാൻ നിന്നെ ഇവിടെ വന്ന് കണ്ടോളാം. നീ വീട്ടിലേക്ക് എന്നെ അന്വേഷിച്ച് വരരുത് പ്ലീസ്. എന്നാൽ ഞാൻ വരട്ടെ. പിന്നെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഒടുവിൽ കമ്മിറ്റി ചില സുപ്രധാന തീരുമാനങ്ങൾ എടുത്തേക്കുക. കോളനിയിലെ കാര്യങ്ങളെ പറ്റി മിസ് മാധവൻ അറിയാലോ. ഐഡിയ മുന്നോട്ട് വെച്ചത് ഞാൻ തന്നെയാ. 10 രൂപ വെച്ച് മിസ്റ്റർ മാധവനും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തിന്? ശമ്പളം കൊടുക്കാനാ. ആർക്ക്? കോളനി കാവലിന് ഒരു ഗൂർഖയെ നിർത്തണം എന്നുള്ള എന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചിരിക്കുകയാണ്. കാവലോ? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. കൂടുതൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പ് നല്ലതല്ലയോ? എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ 10 രൂപ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കിയേക്ക്. ബുദ്ധിമുട്ടാണ്. മാസത്തിൽ വെറും 10 രൂപ കൊടുത്തുറായോ? അതുകൊണ്ട് പ്രയോജനം എന്തെങ്കിലും വേണ്ടേ? ഈ കാവലിൽ നിന്ന് എന്റെ ഓഫീസ് അവോയ്ഡ് ചെയ്തേക്ക്. മിസ്റ്റർ മാധവൻ, അങ്ങനെ നിങ്ങൾ മാത്രം മാറി നിൽക്കുന്നത് ശരിയാവത്തില്ല. 50 വീട്ടുകാർ ചേർന്ന് 500 രൂപ ഗൂർഖയ്ക്ക് കൊടുക്കാനാണ് തീരുമാനം. അതിലും കുറച്ച് ശമ്പളത്തിന് നല്ലൊരു ഗൂർഖയെ ഇക്കാലത്ത് എവിടുന്ന് കിട്ടാനാ? ഗൂർഖകളായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഈ 500 രൂപയുടെ ഗൂർഖയെ കിട്ടിയോ? ഇപ്പൊ പഴയതുപോലെയല്ല. ഗൂർഖകൾക്കൊക്കെ വലിയ ക്ഷാമം. പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ എന്ന് ആലോചിക്കുക. അപ്പോ മിസ്റ്റർ മാധവൻ സഹകരിക്കില്ലേ? ഇല്ല. ഞാൻ ഈ കോളനിയിലെ താമസക്കാരനല്ലല്ലോ. അത് വേണ്ട, അത് ശരിയാവില്ല. പുറത്ത് ബോർഡ് കണ്ടാ തോന്നില്ല ആത്രത്തിന് വലിയ ദാരിദ്ര്യം ഉണ്ടെന്ന്. ഇവിടെ കുറച്ച് ദാരിദ്ര്യമുണ്ട്. ഗൂർഖ. ഈ സ്ത്രീയുടെ തലക്കെന്ന് താറാറില്ലല്ലേ? I was so separated from the world of love, removed from her touch, her voice,
even from her very presence. ചേച്ചി ഇനി അകത്തോട്ട് പോരെ. ഇനി അങ്ങനെ ചീത്തവിളിയാക്കണ്ട. ഏയ് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ Very lonely night. അയാളെ ഒന്ന് ഉപദേശിച്ചോളാം. I lay എനിക്ക് straight മനസ്സിന് ഒരു സമാധാനവും ഇല്ല. ഏയ് I saw nothing, not even a ray of hope. Not even a ray of hope. പ്രൊഫസർ സാർ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങയെ ഉപദേശിക്കാൻ പോവാണ്. മദ്യം വിഷമാണ്. മദ്യപാനികൾ ഈ സമൂഹത്തോട് Sorry. In this dark tunnel of life, there is no light. Just darkness. No hope. Not even a ray of hope. ഇയാളൊന്ന് നേരത്തെ ഫിറ്റായോ? സംസ്കാരമില്ലാത്ത മനുഷ്യൻ. ഏതോർത്തെ പ്രേമിച്ചെന്നും പറഞ്ഞ ഈ പരാക്രമം. ഇവനെയൊക്കെ പറ്റിച്ചുണ്ട് ആ പെണ്ണ് ഓടിപ്പോയതിൽ എന്താ തെറ്റ്? ആ ചേച്ചി ഓഫീസിൽ വന്നപ്പോ ഞാൻ സ്വല്പം മൂഡ് ഔട്ട് ആയിട്ടിരിക്കുകയായിരുന്നു. ഗൂർഖക്ക് കൊടുക്കാൻ 10-20 രൂപ ഞാനും തന്നേക്കാം. പക്ഷേ ഒരു ഗൂർഖനെ വേണമെന്നുണ്ടോ? സാധാരണ വാച്ച്മാൻ പോരെ? പറ്റില്ല പറ്റില്ല പറ്റില്ല. ഗൂർക്ക തന്നെ വേണം. നല്ല ആരോഗ്യമുള്ള ഒരു മലയാളി പോരെ? എന്താ ചേച്ചിയല്ലേ? ഗൂർക്കയായാലേ കള്ളന്മാർക്കൊരു പേടി കാണും. മാത്രമല്ല ഈ ഗൂർക്കകൾ കുത്തിയാലും കൊന്നാലും ഒന്നും പോലീസ് കേസെടുക്കത്തില്ല. ആ ഗൂർക്കകൾക്ക് അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. ആര് പറഞ്ഞു? ആ ഗൂർക്കയുടെ കത്തിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ ഗൂർക്ക കത്തി ഉറയെന്നെടുത്താ ആ കത്തി ചോര കാണാതെ തിരിച്ചു വെക്കത്തില്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഗൂർഖയൊന്നുമില്ല. വരുമോ നോക്കാലോ. പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പോവല്ലേ? ഗൂർഖ വേണ്ട ചേച്ചി. അതൊന്നും പറ്റില്ല. ഗൂർക്ക എന്നെ ഗൂർക്ക വേണം. തന്നെ വേണം. ആ പിടിച്ചുപോയാലും ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി ഒരു നുണ പറയുന്നു. അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മനസ്സാക്ഷിയുള്ള ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഗൂർഖെങ്കിൽ ഗൂർഖ. ആ പിന്നെ നീ ബോംബെ എന്ന് പറയാൻ ഹിന്ദിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഏയ് അത് പ്രശ്നമല്ല. കുറച്ച് പ്രശ്നമാണ്. പക്ഷെ പ്രശ്നമല്ല. ഗൂർഖയ്ക്ക് ആരെ വേണമെങ്കിലും കൊല്ലാത്രേ. പോലീസ് കേസെടുക്കില്ല എന്ന്. അയ്യോ അവറ്റകള് എന്നെ കൊണ്ട് ആരെങ്കിലും കൊല്ലിക്കോ? അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ കൊന്നിട്ട് മുങ്ങാനാ, കൊല്ലാതെ മുങ്ങാടോ. പിന്നെ അവര് പറയാ ഒരു ഗൂർഖ അയാളുടെ കത്തി ഉറയെന്നൂരിയ ചോര കാണാതെ തിരിച്ചു വെക്കില്ല എന്ന്. അതുകൊണ്ട് ജീവൻ പോയാലും കത്തി ഉറയെന്നൂരരുത്. അല്ല എന്നെ കണ്ടാൽ അസല് ഗൂർഖയുടെ കാട്ടുണ്ട്. ചെല്ലുന്ന ചെല്ലലിൽ തന്നെ വീഴ്ത്തി കളയണം. കാക്കി ഉടുപ്പും ബെൽറ്റും തൊപ്പിയും ഈ പറഞ്ഞ കത്തിയും പിന്നെ നിന്റെ മിടുക്കും. എന്താ അവിടെ ബഹളം? എന്താ? ഭ്രാന്തനാണോ? കാട്ടുകുപ്പായാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ പോലീസുകാരുടെ ഭ്രാന്ത് പിടിച്ചതാണോ? നീ വന്നേന്ന്. പത്രത്തിൽ പരസ്യം കൊടുത്തിരുന്നു അല്ലേ? ലക്ഷണം കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നു. അയ്യോ ഇത്ര വേഗം ഗൂർക്ക എത്തിയോ? ചേച്ചി ഗൂർക്കയാ? കർത്താവേ ഗൂർക്കയാ? ഗൂർക്കയാണോ? ഗൂർക്കയാണോന്ന്? ഹം ഗൂർഖ ഹും. മതി 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 മതി. അഭ്യാസം മതിയാക്ക്. ഒന്നും അറിയട്ടെ. भाइयों और बहनों, पत्र द्वारा में
ये कॉलोनी को एक गुरखा का आवश्यकता मैंने पढ़ा, इसलिए मैं आ गई. എന്താ എന്താ ആർക്കും ഹിന്ദി അറിയില്ല, മൂപ്പര് പറഞ്ഞത് മനസ്സിലായില്ലല്ലേ? പത്രത്തിൽ പരസ്യം കണ്ട അനുസരിച്ച് ഇവിടെ ഒരു ഗൂർഖ ആവശ്യമുണ്ടെന്ന് നടത്തിട്ട് വന്നതാണ്. കണ്ടിട്ട് ഗൂർഖയാണെന്ന് തോന്നുന്നില്ലല്ലോ. अरे सच कहता है. 20 साल के पहले मैं केरल में आ गई. അതുകൊണ്ട് ഗൂർഖയാണെന്ന് തോന്നില്ല. പക്ഷെ ഞാൻ ഗൂർഖയാണ്. 20 साल കൊണ്ട് മലയാളം നന്നായി പഠിച്ചു. ആ അസല് ഗൂർഖ. എന്താ പേരെന്താ? രാം സിംഗ് ഭീം സിംഗ് കാ ബേട്ട. ഓക്കെ, ഈ കോളനിയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യാൻ തയ്യാറാണോ? ഹാജി. ഏത് പെരുങ്കള്ളനെയും പിടിക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഒന്നുമില്ല, ഒരു ഗൂർഖയോട് ധൈര്യത്തെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ലാന്ന്. ഓരോ വയ്യാവിനെടുത്ത് തല വെക്കണ്ട അമ്മച്ചി. എന്തോന്ന് വയ്യാവേനി? ഇവിടെ ഒരു കാവക്കാരൻ അത്യാവശ്യം തന്നെയാ. ഗൂർഖ എത്രയും പെട്ടെന്ന് കള്ളനെ പിടിച്ച് ഞങ്ങളെ കൈ തരണം. ഹാജി. लेकिन हमको एक घर चाहिए. 24 hours ड्यूटी है ना? घर. അതായത് 24 മണിക്കൂറും ഡ്യൂട്ടി ആവുമ്പോ എവിടെ താമസിക്കുമെന്നാണ് ഗൂർഖ ചോദിക്കുന്നത്. അതിന് ഇയാളെ സെലക്ട് ചെയ്തില്ലല്ലോ. ഇനി എന്തോന്ന് സെലക്ട് ചെയ്യാൻ? ഇയാള് തന്നെ മതി. നല്ല ആരോഗ്യം, കത്തിയും ഉണ്ട്. പോരാത്തന്നെ ഈ ഗൂർഖയുടെ അഭ്യാസങ്ങൾ നമ്മൾ കണ്ടില്ലേ? ഇയാൾ തന്നെ മതി. പകൽ സമയത്ത് ആവശ്യക്കാർക്ക് അരി സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അതാ ഇങ്ങോട്ട്. ഇവിടെ രാത്രിയിലേ ഉറങ്ങരുത്. അതെ, ഉറങ്ങാൻ പാടില്ല. പിന്നെ നമ്മള് ടൂറിന് പോകുമ്പോ കൊണ്ടുപോയ ടെന്റ് ഉണ്ടല്ലോ, അത് ഇയാൾക്ക് കൊടുക്കാം. അത് അവിടെ കെട്ടി താമസിക്കാം കേട്ടോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിന്റെ പേരെന്താണ്? രാം സിംഗ്. ശ്രീമാൻ രാം സിംഗിനെ നമ്മുടെ കോളനിയിലെ ഗൂർഖയായി ഞാൻ നിയമിച്ചു. കത്തിയൊന്ന് കാണിച്ചു തരും. നീ ചോദിക്കും. കത്തി അങ്ങനെ പുറത്തെടുക്കാൻ പാടില്ല. അതെന്താ? അതേ, കത്തി പുറത്തെടുത്താ അതില് ചോരയാവണം അത്രേ. ഒയ്യോ, എന്നാ വേണ്ട. ഒയ്യോ, വാ പോടാ. അന്നമ്മ അപ്പോൾ വീട്ടിൽ തനിച്ചായിരുന്നു. അവൾ ഓർത്തു, ഈ നേരമെങ്ങാനും ഗോപിയേട്ടൻ ഈ വഴി വന്നിരുന്നെങ്കിൽ. ഗോപിയേട്ടനെ പറ്റി ഓർത്തപ്പോൾ അന്നാമ്മയ്ക്ക് കുളിര് കോരിയിരുന്നതുപോലെ തോന്നി. അത്ഭുതം, അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവോ എന്തോ. ചുണ്ടത്ത് വശ്യമായ ഒരു പുഞ്ചിരിയുമായി കൊതിപ്പിക്കുന്ന നോട്ടത്തോടെ ഗോപിയേട്ടനുടെ വാതിക്കൽ. അന്നമ്മ തരിച്ചങ്ങനെ നിൽക്കെ പതുക്കെ ഗോപി അവളുടെ അടുത്തെത്തി. അവൾ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണും പോലെ ഗോപി അവളെ പതുക്കെ തന്നിലേക്ക് അടുപ്പിച്ചു. അവൾ എതിർക്കാനൊന്നും പോയില്ല. കാത്തിരുന്ന് എന്താ പാടിയത്? കൊണ്ടുവരും. രണ്ടെണ്ണത്തിന് കാലിയുണ്ടല്ലോ അടിക്കും. കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരും. അങ്ങനെ തോന്നിയാസങ്ങളൊന്നും വായിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേടി. അടുക്കള 100 കൂട്ടം പണി കിടക്കുന്നു. ഓടിയപ്പുറത്ത് പോവാൻ ഓടിച്ചു നിന്നെ. 2 ശൃംഗാരികളെ കൊണ്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. മോശങ്ങള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങേര് എഴുന്ന് വെച്ചോണ്ടിരിക്കാതെ അപ്പൊ ഒന്ന് വാങ്ങിച്ചോട്ട് പോയിക്കണം. ഇവിടെ പ്രായമായ 2 പെമ്പിള്ളേരുള്ളതാ. നിങ്ങൾ നേരത്തെ പോന്നു. കുളിക്കാൻ പോകുമ്പോ വല്ല എഴുതി വെച്ചിട്ടുണ്ടെങ്കിലേ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കണം. ഇതാ ഒരു മനസമാധാനം ഇല്ല. അതിങ്ങ് തന്നേരെ സാറേ, ഉടനെ കൊണ്ട് കമ്പോസ് ചെയ്യണം. ഇത് മഞ്ഞണിക്കുമ്പാ. നിങ്ങളുടെ വാരിക്കുള്ള ഇപ്പൊ തരാം. വൈകരുത്. ഇല്ല 5 മിനിറ്റ് ഇരിക്കൂ. 8ാം അധ്യായമല്ലേ. വരൂ. പിന്നെ നമ്മുടെ നായകന്റെ പേരെന്താ? തോമസ് ഊട്ടി. നായിക ക്ലാര. വില്ലൻ ബോബൻ. ഓ അത് ശരി. ഇരിക്കൂ. ഇപ്പൊ ശരിപ്പെടുത്താം. ഓ ഭായ്, എന്താണോ ഇതൊക്കെ? എന്റെ ഒരു ഗതി കേട്ടോ. അല്ല, ഞാൻ വരുന്നത് വരെ ഈ കോളനിയിലെ അലവലാദികൾ എങ്ങനെ ജീവിച്ചിരുന്നു എനിക്കൊരു പിടി കിട്ടുന്നില്ല. ഇതാ ഉപ്പ് തൊട്ട് കോഴിത്തീറ്റ വരെ ഇതിന്റെ അകത്തുണ്ട്. കാശ് വല്ല സ്കൂളുണ്ടോ? ഈ ചതിയുടെ കൂടെ വഞ്ചനയും കൂടെ വേണോ? നേപ്പാളിൽ നിന്ന് വന്നൊരു വിവരം കെട്ട ഗൂർഖയാണെന്നാണ്. ഹിന്ദി അറിയാൻ വേണ്ട കേട്ടോ. ഗ്രാമർ കംപ്ലീറ്റ് തെറ്റാ. എന്നാൽ ഇന്റർവ്യൂവിന്റെ അന്ന് ഞാൻ പിടിച്ചിരുന്നില്ലേ? ആ തിരിവ് കഴിഞ്ഞേ. ഇവനാണ് സ്ഥലത്തെ പ്രധാനമായി നോക്കി. ഒന്ന് നിയന്ത്രിക്കട്ടെ. വേണ്ട. ആദ്യം നീ ഇവിടെ ഒരു നല്ല പേരെടുക്കാൻ നോക്ക്. ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടോ. വരട്ടെ. കിൻഡർ ഗാർഡൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ് നിർമ്മല. അറിയോ നിനക്ക്? അവരുടെയും കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അവര് പേരെടുത്ത ഒരു കാമുകിയായിരുന്നു. ചിലപ്പോ നിനക്ക് പ്രയോജനപ്പെടും. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നുമല്ല.
അയ്യടാ, അവര് വലിയ വീട്ടിലെ പെൺകുട്ടിയായിരുന്നു. ഓട്ടോ വർക്ക്ഷോപ്പിലെ ഒരു സാധാരണ ജോലിക്കാരനുമായി അടുത്തപ്പോ വീട്ടുകാർ നഖശികാന്ത് എതിർത്തു. പണവും പ്രതാപവും ഉപേക്ഷിച്ച് അവര് വർക്ക്ഷോപ്പുകാരന്റെ കൂടെ ഇങ്ങ് പോന്നു. അവരെനിക്ക് എങ്ങനെ പ്രയോജനപ്പെടും അത് പറ. വീട്ടുകാരോട് പണം കൊണ്ട് മത്സരിക്കാൻ അവര് ഭർത്താവിനെ ദുബായിലേക്ക് അയച്ചിരിക്കുക. ആണോ? അതുകൊണ്ട് അവരെ നല്ല വൃത്തിയായി നീ ഒന്ന് സോപ്പിടാൻ നോക്ക്. ദുബായ് ആണല്ലോ നിന്റെ സങ്കല്പ രാഷ്ട്രം. അവരുടെ ഭർത്താവ് വിചാരിച്ചാൽ ചിലപ്പോ നിനക്ക് കടൽ കടക്കാൻ പറ്റിയെന്ന് വരും. അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാ? അവരുടെ വീക്ക് പോയിന്റ് എന്തൊക്കെയാന്ന് അല്ല അത് മനസ്സിലാക്കി വേണമല്ലോ വൃത്തിയായി സോപ്പ് പ്രയോഗിക്കാൻ. അവരുടെ ഒരു കൊച്ചിനെ നീ കണ്ടിട്ടില്ലേ? അത് തന്നെ അവരുടെ പ്രധാന വീക്ക് പോയിന്റ്. ആ കുട്ടിയെ ആദ്യം ചാക്കിലാക്കാൻ നോക്ക്. അമ്മേ അമ്മേ എനിക്ക് ഗൂർഖാങ്കിളിനെ കാണണം, ഇപ്പൊ കാണണം എന്ന് ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചാൽ നീ രക്ഷപ്പെട്ടു. ആ ട്രാക്കിലൂടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത് നിനക്ക് പിടിച്ചു പിടിച്ചു കയറാം. എന്നാ പിന്നെ സമയം കളയാതെ ഞാൻ ആ സെന്റിമെന്റ്സിലോട്ട് പിടിച്ചു കയറട്ടെ. അയ്യോ, അതിനുമ്പ് ഇത് ഒത്തിരി സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. मैं चलता है हुम हुम मैं चलता हूँ मैं चलता हूँ ओके ओके मैं चलता हूँ मैं चलता हूँ. छोटा साहब क्या करता है? मम्मी कहाँ है? ആഹാ, രാംസിംഗ് പെട്ടെന്ന് വന്നല്ലോ. हमको साइकिल में ही വലിയ ഉപകാരമായി. രാംസിംഗിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. आप क्या करता है? हुम है मैं साहब ये बहुत खुशी की बात है. हुम है രാംസിംഗിന്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ? हाँ जी. അല്ല, എന്തോ ഒരു വിഷമം പോലെ. അത് हमको कुछ विक है. എനിക്ക് കുറച്ച് വിക്കുണ്ട്. ഓ, പിന്നെ എന്റെ ബച്പൻ മേ കേരള ആകയ. എന്റെ കുട്ടിക്കാലത്ത് മേരെ പിതാജീന്റെ അമ്മേന്റെയും കൂടെ കേരളത്തിൽ വന്നാണ്. രാംസിംഗ് ഇരിക്കെ, ഞാൻ ഇപ്പൊ ചായ കൊണ്ടുവരാം. എന്റെ പൊന്നുമോനെ എന്നോട് സ്നേഹമായിട്ട് പെരുമാറ്. മോനെന്നെ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് പല പ്രയോജനമുള്ളതാണ്. ബേട്ടാ രാംസിംഗ്, ചായ. आपको बेटा बहुत अच्छा है. ഇതേ പ്രായത്തിൽ കണ്ടതാണ് ഞാൻ എന്റെ ഛോട്ടാ ഭായിയെ 15 साल के पहले 15 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴെവിടെ ഉള്ളത്? നേപ്പാൾ മേ हमको കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞ ബഹുത്ത് ജീവൻ ഹേ മേം സാബ്. ഈ മോനെ ദിവസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കാൻ എന്നെ അനുവദിക്കണം. അത്രയ്ക്ക് ഇഷ്ടമാണോ കുട്ടികളെ? ഹാജി. എങ്കിൽ സമയം കിട്ടുമ്പോ അവിടെ നഴ്സറി വന്നോളൂ. अच्छा जी. മേ സാബ് आपको പതി അതായത് ഭർത്താവ് ദുബായിലാണോ? അതെ. അവിടെ നല്ല ജോലിയായിരിക്കും. കുഴപ്പമില്ല, പോയിട്ട് 2 വർഷമായുള്ളൂ. ഹാജി. കത്തെഴുതുമ്പോ ഈ ഭായിയുടെ അന്വേഷണം. തീർച്ചയായും. मैं आता हूं. चल 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 मेरे साथी ओ मेरे साथी ओ मेरे साथी വരുന്നു ഊർക്ക. ആ, ഇതാ പിടിക്കേ. വരച്ചേ. ഗുഡ് മോർണിംഗ് നിർമ്മല ടീച്ചർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നലെ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. കളക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് വിദേശ രാജ്യങ്ങളിലും ഇതേമാരത്തെ സ്കൂളെല്ലാം ഉണ്ടെന്ന്. ടീച്ചർ പറയൂ, എന്റെ എന്ത് സഹായമാണ് ടീച്ചർക്ക് വേണ്ടത്? ഓ, തൽക്കാലം ഇത് ഇങ്ങനെ അങ്ങ് നടന്നാ മതി. ഹേയ്, അത് പറ്റില്ല. കോളനിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കും ചില കടമകളൊക്കെ ഉണ്ട്. ആഹാ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇതൊന്നും പറ്റില്ല. കോളനി നിന്നെ പലരും അന്വേഷിക്കുകയാണ്. അല്ല, രാംസിംഗിന് കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണത്രേ. ആ റോഡൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കണം. ശമ്പളം കൊണ്ട് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടത്തെ കുട്ടികളെ കൊഞ്ചിക്കാനല്ല. എവിടെയാണ് തന്റെ യൂണിഫോം? ഡേ ടൈം യൂണിഫോം ആവശ്യകത നഹി അല്ലേ? ആവശ്യകത ഉണ്ട്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഒരാഴ്ചത്തെ സമയം തരും. അതിനിടയ്ക്ക് കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഗൂർക്കെ വേണ്ടെന്ന് വെക്കും. ലേക്കിൻ ചോർ കഹാ ഹൈ മേ സാബ്? തന്റെ മറുഭാഷ എനിക്ക് കേൾക്കണ്ട. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. കള്ളനെ പിടിച്ചേ പറ്റൂ. ഇതൊരു നിസ്സാര പ്രശ്നല്ലേ? പേരിനൊരു കള്ളനെ പിടിച്ചാ പോരെ? അതിന് കള്ളൻ എവിടെ? കണ്ണ് തുറന്ന് നേരെ നോക്ക്. നേരെ നോക്കടോ. കള്ളനെ കാണുന്നുണ്ടോ? ഇല്ല. ഞാൻ തന്നെ കള്ളനെ പിടിക്കുന്നു, അടിക്കുന്നു, തുരത്തി ഓടിക്കുന്നു. കോളനിക്കാരുടെ മുമ്പിൽ ഇത്രയും ചെയ്ത് കാണിച്ചാ പോരെ? അത് മതി. എന്നാ ഞാൻ തന്നെ കള്ളൻ. എന്നെ പിടിച്ചോളൂ, അടിച്ചോളൂ, തുരത്തി ഓടിച്ചോളൂ. അല്ല, നീയാവുമ്പം ആള് മനസ്സിലാവില്ലേ? മേലാകെ കരിയും തേച്ച് കറുത്ത തുണി കൊണ്ടൊരു മുഖം മൂടി ഇട്ട് ആരറിയാൻ പോകുന്നു തന്നെ? ആളുകൾ അടുത്ത് വരുമ്പോ
നീ പിടിവിടുന്നു, ഞാൻ ഓടുന്നു. പ്രശ്നം തീർന്നില്ലേ? കുഴപ്പമില്ല, പക്ഷേ എന്ത് പക്ഷേ? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? നാളെ ടെന്റില് കുറച്ച് വെളിച്ചെണ്ണയും കരിയും കരുതിക്കോളും. ആരുമില്ല. നല്ല ഒച്ചയും ബഹളം ഉണ്ടാക്കണേ. നോക്കട്ടെ, പ്രശ്നം വല്ലതും ഉണ്ടാവോ? ധൈര്യമായിട്ട് വേണം. പ്രശ്നം വല്ലതും ഉണ്ടാവോ? നീ ധൈര്യമായിട്ടിരിക്കണം. ഇതെല്ലാം അഞ്ഞിട്ടല്ലേ? എന്നാലും ഇരിക്കണോ? അവന്റെ മുഖം പൊടിയൊന്ന് മാറ്റി കിട്ടണം. ആരാന്ന് നമുക്ക് സർവ ലോക ചോർക്കോ ഏക് മുഹേ. ലോകത്തിലെ എല്ലാ കള്ളന്മാരും കക്കുന്നവരാണ്. അവർക്കൊരു മുഖമുള്ളൂ, അത് ഭീകര ഭീകർ. അമ്പട പെരുങ്ങള്ള. അപ്പൊ നീയാണ് എന്റെ മോളെ കയറി പിടിക്കാൻ വന്നതില്ലേ? എടാ കള്ള ട്രാവൽ ഏജൻസി. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഗാന്ധിനഗർ കോളനിയെ പറ്റി അറിയാവുന്ന ഒരുത്തനെ ഇവിടെ ഒന്ന് കക്കാൻ പറ്റും. എടാ പകൽമാനായി നടന്ന് നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേടാ? അയ്യേ, അല്ലല്ല. അതെന്താ? ഭീം സിംഗ് കാ ബേട്ടാ രാം സിംഗ് ബോൾതാ ഹൈ. नहीं नहीं नहीं, मैं हिंदुस्तान का गुरखा है. ആത്മാഭിമാനമുള്ള ഗുർഖയാണ്. പോലീസ് കാ ബഡാ ഗുർഖ. പോലീസിനേക്കാളും വല്ലാണ് ഗുർഖ. ഞാൻ ഇവനെ വെറുതെ വിടില്ല. കുത്തേ കമീനെ ഞാൻ കുക്കറി ഊരാൻ പോവുകയാണ്. ഞാനിവനെ ഒരു ഗൂർഖയുടെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ കോളനിയിൽ ആട്ടും തോലിട്ട് നടന്ന ഒരു ചെന്നായെ ഗൂർഖ പിടികൂടി. ട്രാവൽ ഏജൻസിയുടെ ഒരു ബോർഡും വെച്ച് ആ കള്ളൻ മാധവൻ ഇവിടുത്തെ വീടുകളുടെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കുകയും കോളനിയിൽ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു. ഈ കോളനിയിലെ സെക്രട്ടറി എന്ന നിലയിൽ ഇവിടുത്തെ ആളുകളുടെ നന്ദിയും സ്നേഹവും ഗൂർഖ രാം സിംഗിനെ ഞാൻ അറിയിക്കുന്നു. മറുപടി പ്രസംഗത്തിനായി ശ്രീമാൻ രാം സിംഗിനെ ഞാൻ ക്ഷണിക്കുന്നു. രണ്ടേ വാക്ക് പ്ലീസ്. भाइयों और बहनों, चोर मचाए शोर. चोर ने पिड़कल हमारा काम है. ചോറിനെ പിടിക്കേ? माफ कीजिए, ചോർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്ന ചോറല്ല, ചോർ കള്ളൻ. പോലെ ഹം കെൽട്രോൺ में 10 चोर को पकड़ा. 10 കള്ളന്മാരെ പിടിച്ചു. 10 കള്ളന്മാരോ?
आज हिंदुस्तान में हमारा ഗൂർഖ ഫാമിലി ബഹുത്ത് नहीं ഇന്ന് കോട്ടയത്തൊരു കോളനിയിലെ ചില ആൾക്കാർ വന്നിരുന്നു. അവർ ഹംകോ 100 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്പൊ തരുന്നതിന് 150 രൂപ കൂടുതൽ തരും. ये निर्देश हम परिगण करेगा. भाइयों और बहनों, ये गरीबी गुरखा से इतना बड़ा प्यार आप लोग दिया. നിങ്ങളുടെ ഈ പ്യാർ ഇനിയും ഇനിയും ചോറുകളെ പിടിക്കാൻ മുझको പ്രചോദനം തരട്ടെ. ജയ് ഹിന്ദ്. ടീച്ചറേ, ടീച്ചർ എന്താ ഇവിടെ? ഞാൻ മാധവനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എന്താ ഇതൊക്കെ? മേലുവേദനക്കുള്ള മരുന്നാ. ടീച്ചർ അറിഞ്ഞില്ലേ, എനിക്ക് ഇന്നലെ സൗജന്യമായിട്ട് കുറച്ച് തല്ല് കിട്ടി. ഞാൻ അറിഞ്ഞു. ഓ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മാധവനിൽ നിന്നും ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടീച്ചർക്ക് വട്ടുണ്ടോ? ഉണ്ട്. ഏ, ഒരു കള്ളനെ മാന്യനായി കരുതുന്നതും വട്ടാണല്ലോ. ടീച്ചർ, എനിക്കത് നിയന്ത്രണം വിട്ടുപോകും. ആളുകൾ ഇന്നലെ തല്ലിയപ്പം മാധവൻ ഭയങ്കര നിയന്ത്രണത്തിലായിരുന്നെന്ന് കേട്ടു. നിലവിളിച്ചല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് അറിഞ്ഞത്. ടീച്ചറോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, കോളനിയിലെ മറ്റെരപ്പാളികളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇന്നലെ കള്ളനായി അഭിനയിച്ചതാണ്. അത് കള. ഏത് കള? സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ സേതുവിനോട് ചോദിച്ചു നോക്ക്. സേതു? അതെ, നമ്മുടെ നേപ്പാളി ഗൂർഖ ഭീം സിംഗിന്റെ മകൻ രാം സിംഗ്. ടീച്ചർ അവന്റെ കഞ്ഞി പാറ്റയിട്ടുണ്ട്. എനിക്ക് ഏതായാലും കിട്ടാനുള്ളത് കിട്ടി. അവൻ ഗൂർഖയൊന്നുമല്ല, കോട്ടക്കാട്ട് അംശാധികാരിയായിരുന്ന ഗോവിന്ദൻകുട്ടി മേനോന്റെ മകൻ സേതു. അവൻ ഓഹോ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ ജോലി പോകുന്ന ആ പ്രാന്തി തള്ള ആ സെക്രട്ടറി അവനോട് പറഞ്ഞു. കള്ളനെ പോക്കറ്റിലിട്ട് നടക്കല്ലേ വിചാരിക്കുമ്പോ പിടിക്കാൻ. ടീച്ചർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. അല്ല, എന്നെ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എനിക്കെന്റെ പാസ്പോർട്ട് വേണം. മാധവനെ ഇനി ആ കോളനിയിൽ കേട്ടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നോട് കളിച്ച കോളനി ഞാൻ ചുട്ടുകരിക്കുന്ന അവരോട് പറഞ്ഞേക്ക്. മഹാപെശകാ ഞാൻ. ഓ, പാസ്പോർട്ട് അടുത്ത തിങ്കളാഴ്ച റിന്യൂ ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ട് കൊടുത്തേച്ചേക്കാം. ദേ, തിങ്കളാഴ്ച മറക്കരുത് കേട്ടോ. പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിലുറങ്ങും പൂമ്പാറ്റ. ചൽ 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 മേരെ ഹാത്തി, ചൽ 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 മേരെ സാത്തി, ചൽ ചൽ. രാം സിംഗ്, ആ പൂമ്പാറ്റയുടെ പാട്ട് ഒന്നുകൂടെ പാടും. क्या? പൂമ്പാറ്റ കാ ഗാൻ ഏക് ബാർ ഫിർ. टीचर जी, हम 15 साल के पहले खेल में आ गई, इसलिए हमको. ഓ, രാം സിംഗിന്റെ അച്ഛന്റെ പേര് എന്താന്നാ പറഞ്ഞത്? भीम सिंह. രാം സിംഗിന് സേതു സിംഗ് എന്നൊരു സഹോദരനുണ്ടോ? है? സേതു സിംഗ്. सेतु सिंह? नहीं नहीं नहीं. അപ്പൊ ഈ കോട്ടക്കാട് അംശാധികാരിയും രാം സിംഗും തമ്മിലുള്ള ബന്ധം എന്താ? മാധവനെ കണ്ടു അല്ലേ? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും തല്ല് കിട്ടിയ ആരും തകർന്നു. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ ടീച്ചർ. എങ്ങോട്ട്? അല്ല, എന്നെ കോളനിയിൽ ഇനി നിർത്തില്ലല്ലോ. ഞാൻ സേതുവിന്റെ കഞ്ഞോട്ട് മുട്ടിക്കുന്നില്ല. കഥകളൊക്കെ മാധവൻ പറഞ്ഞു. ദുബായ് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഒടുവിൽ ഇവിടെ എത്തിയതല്ലേ? അതെ ടീച്ചർ, തിരിച്ചു പോകാൻ ഒരു ഇടമില്ലാഞ്ഞിട്ടാ ഈ കോമാളി വേഷം കെട്ടിയത്. അല്ല, ടീച്ചറിന്റെ ഭർത്താവ് വിചാരിച്ച ഗൾഫിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. അവിടെ ബാലേട്ടൻ അത്ര വലിയ പരിചയമൊന്നും ആയിട്ടില്ല. എങ്കിലും ഞാൻ എഴുതി നോക്കാം. ഏതായാലും വേഷം കെട്ടിയില്ലേ, നല്ല വേഷ. പെട്ടെന്ന് ഊരണ്ട. ചൽ ചൽ പൂവുകൾ തെണ്ടും പൂമ്പാറ്റ, പൂമ്പൊടി പൂശും പൂമ്പാറ്റ. ഊർക്കമൊന്നല്ലോ.
ഞാനാ അതുകൊണ്ട് തന്നെ ഓടിയത്. തൃപ്തിയായല്ലോ നിനക്ക്. അന്ന് രാവിലെ ബാഗും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതിയത് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന്. നീ തന്നെയല്ലേ പ്ലാൻ ഉണ്ടാക്കിയത്? ഞാൻ പറഞ്ഞ കള്ളനാവാൻ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. ഏതായാലും ഞങ്ങൾ ഓഫീസ് മാറാൻ പോവാ. ഇവിടെ ശരിയാവില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് തല്ല് കിട്ടിയല്ലേ? തല്ല് കിട്ടുമ്പോ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇതൊരു നല്ല അനുഭവമല്ലേ. നേര് പറയട്ടെ, എനിക്ക് നല്ല വൃത്തിയായി ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. എന്തിന്? നിന്നെ പോലുള്ള ആളുകളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിച്ചില്ലടാ. നീ എന്നെ തല്ലുന്ന് പേടിച്ചിട്ടാ ഞാൻ വീട്ടിലോട്ട് വരായിരുന്നു. അത് നന്നായി. ഞാൻ തല്ലുമായിരുന്നു. പോട്ടെ, സാരമില്ല. ഇനിയെങ്കിലും ജോലി കളയാതെ നോക്കിക്കോ. ഞാൻ ബാംഗ്ലൂരിൽ മാറ്റം വാങ്ങിക്കാൻ പോവാ. അതിലിടക്ക് പെട്ടെന്ന് ഓഫീസ് ഷിഫ്റ്റ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ശരിയായില്ല. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജോലി കളഞ്ഞ നീ എന്നെ അന്വേഷിച്ച് വരല്ലേ. ഞാൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. ഞാനും നിന്നെ ഒരു കാലത്ത് മറക്കില്ലടാ. ഭാരതി, ആ വീടിന്റെ താക്കോല് കൊടുത്തോളൂ. സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. വീട് നല്ല ഒന്നാന്തരം വീടാ. ഇങ്ങോട്ട് കേറിയിരിക്കായിരുന്നല്ലോ. വേണ്ട, സമയമില്ല. ഒന്ന് വേഗം കൊണ്ടുവരൂ. എന്റെ ഭാര്യയാണ്. വേണ്ട, അങ്ങോട്ട്. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. അതിനൊരാള് വേണല്ലോ. ആളിപ്പോ രാംസിംഗ് ഇവിടെ വരിക. ഒന്ന് വേഗമാണോ ഊർക്കെ? ഇയാളെ ഏൽപ്പിക്കാം. ഇയാൾ ഗൂർഖയാണോ? जी साहब, हम लोग नेपाल में बचपन से केरला आ गई. കണ്ടാ മലയാളമാണെന്ന് തോന്നുന്നു. മലയാളം അറിയാവോ? ജി സാബ്, അറിയാം. ഞാനും കുടുംബവും നാളെ ഇവിടെ താമസത്തിന് വരിക. വീടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. സാബ്, മനസ്സിലായോ? ഞാൻ താക്കോലെ വരട്ടെ, കാണാം. ശരി. ഗുഡ് മോർണിംഗ് സാബ്. എന്ത് തീരുമാനിച്ച്? കളിക്കാട്ടെ കുളി കഴിഞ്ഞ? നമ്മളെ വിളി കഴിഞ്ഞ്. നിങ്ങളെന്ത് തീരുമാനിച്ച്? എന്ത്? അത് ശരി. എടാ പവിത്ര, നമ്മളെ വെല്ലിമ്മന്റെ കാതിലെ അലിക്കത്തിപ്പം ബുഗും ബുഗും വിചാരിച്ചിട്ട് തോട്ടിങ്ങൽ അതിർമാന് വരിക്കോളി ചന്ത വരെ പോയ കളിഞ്ഞ് നടക്കൂല മോനെ. ഒന്നൊക്കിരി വാടകയില്ല. അല്ലി പെട്ടിരുത്തോ അറിയിച്ചോ? എടോ, മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം. നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാം. അവിടെ പോയിരുന്നു. ആരെ കാര്യം പറയും. അയലത്തുകാരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. അവർക്ക് തോന്നുന്നു. തോന്നിട്ടോ? നമ്മളെ ചെലവില് വാടക തരാതെ ഓസി കഴിയുന്നത് 10 ആളറിയട്ടെ. ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ വാടക കാര്യം ഇതുവരെയുള്ള വാടക തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. താനൊന്നും ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. ഓഹോ, അങ്ങനെ ഇറക്കുന്നത് കാണുമല്ലോ. എന്താ ഞാൻ ഇറങ്ങൂല? താനല്ല തന്റെ വല്യാപ്പ വിചാരിച്ചാൽ ഞാൻ ഇറങ്ങൂല. എടാ വാടക വയ്ക്കുമ്പോ വല്യാപ്പ എന്റെ പേര് പുറത്തുനിന്ന് പറഞ്ഞാൽ എന്താണ് പുരിയാണോ പവിത്ര? ഇന്ന് 2 കിലോ അറിയണം. വാടക വയ്ക്കുമ്പോ വല്യാപ്പനെ പറയാം. അടിച്ച് 3 പൊടിച്ചാണെന്ന് അയച്ച മോൻ. ഞാൻ പാവാന്ന് വിചാരിച്ചിട്ടാണ്. എക്സാം അടുത്തല്ലേ? പക്ഷെ മിക്കവാറും പൊട്ടും. എന്താ? മനസ്സമാനത്തോടെ 4 അക്ഷരം പഠിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ.
വഴക്കിന്റെ കാര്യമാണോ? അത് ഞങ്ങൾ വെറുതെ തമാശക്ക്. തമാശക്കൊന്നുമല്ല. നിങ്ങൾ 3 മാസമായി റെന്റ് കൊടുത്തിട്ടില്ലല്ലോ. 3 പേര് കൂടി ഒരു വീട് ഷെയർ ചെയ്യുമ്പോ ഒരാൾ മാത്രം റെന്റ് കൊടുക്കാതിരുന്ന മോശമല്ലേ? ഇപ്പൊ കാര്യങ്ങളൊക്കെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? സംഗതി എന്താണെന്നറിയാം, ബ്ലേഡ് കമ്പനി വലിയ പ്രോഗ്രസ് ഒന്നുമില്ല. ചെറിയാച്ചൻ ഇത്തിരി ഞെരുക്കത്തില. ഡെപ്പോസിറ്റ് ചെയ്തവരെല്ലാം ചേർന്ന് ചെറിയച്ഛനെ നെരുക്കി കൊല്ലാൻ പോവാന്ന് അങ്കിള് പറയുന്ന കേട്ടു. അങ്ങനെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഗുരുവായൂരപ്പാ. ജോലിക്കാരൻ മാത്രമാണെന്ന് ചെറിയാച്ചൻ നിങ്ങളുടെ കാശ് എന്റെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. താനറിയാ ചെറിയാച്ചൻ എങ്ങും പോകത്തില്ലെന്ന് ഉറപ്പാ. ഇയാളാ ചെറിയാച്ചൻ. പെട്ടിയിലൊക്കെ ഒപ്പിടിച്ചാൽ ഞാൻ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പം എന്താ കുന്നമ്പലത്ത് ഫൈനാൻസിലെ ഒരു സാധാരണ ജോലിക്കാരനാണ് സാർ. നീയൊക്കെ നാട്ടുകാരെ പറ്റി ജീവിക്കാറിയിരിക്കണല്ലേ? ഞാനൊന്നും ചെയ്തില്ലെന്ന്. ഇറങ്ങി വാ. വേണ്ട വേണ്ട വേണ്ട. ഇടിക്കുകയാണെങ്കിൽ അകത്ത് വെച്ചിടിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ വെളിയിൽ ആളുകൾ കാണും. ഇങ്ങോട്ട് ഇറങ്ങി വേണോ? നില്ലങ്ങോട്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ തന്റെ ബന്ധുവാണോ? സർക്കിൾ ഇൻസ്പെക്ടറാ? ബന്ധു? ആ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് സാർ. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. ആ, അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു. എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ ആരാടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല, എനിക്ക് തോന്നുന്നത് എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്നെ ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അയ്യേ, എന്ത് ബന്ധം? അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോനെ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളെ വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം? വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലായി. അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അദ്ദേഹം കണ്ടില്ല. ഇതോളെ അമ്മാവന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതെന്താ അങ്കിളും ഇങ്കിളും എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാം. അല്ലാതെ പോലീസുകാര് 2ാം വട്ടം ഇരിക്കാൻ പ്ലാൻ ഇടുമ്പോഴാ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ വന്നത്. അതിനുശേഷം ആ ഇൻസ്പെക്ടർക്ക് എന്നോടുള്ള ബഹുമാനം കാണുമായിരുന്നു. വലിയ ഉപകാരം. നല്ല ആരോഗ്യമുണ്ടല്ലോ. ബ്ലേഡ് കമ്പനി വിട്ട് ദേഹാധ്വാനമുള്ള വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കിക്കൂടെ? എന്ത് ജോലി? കൂലിപ്പണിയാ. ഞാനേ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ അവിടെ തന്നെ ഇരുന്നാ മതി. ആവശ്യക്കാരങ്ങോട്ട് അന്വേഷിച്ച് വരട്ടെ. കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ എവിടാ ജോലി ചെയ്യുന്നത്? എന്തിനാ? അദ്ദേഹത്തോട് പറഞ്ഞൊരു ജോലി ഓഹോ, വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല, അതുകൊണ്ടാ. എങ്കിൽ നാട്ടിൽ തന്നെ വല്ലതും നോക്കിക്കൂടെ? പൊങ്ങച്ചം പറയാണെന്ന് വിചാരിക്കരുത്. നാട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. ജോലിയില്ലാതെ 2-3 ദിവസം തറവാട്ടി പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും. കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ. പ്രശ്നമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ?
അതെ, ഒരു കാര്യം പറയാനുണ്ട്. Excuse me. എന്താ? സ്വകാര്യ ജോലിക്കുള്ള അന്വേഷണം നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. സ്വല്പം സാഹിത്യവാസന ഉള്ളതുകൊണ്ട് ഒരു ബുക്ക് സ്റ്റാളിൽ ചെറിയ സാധ്യതയുണ്ട്. സാഹിത്യവാസന ആർക്കാ? ബുക്ക് സ്റ്റോളാർക്കോ? എന്നെ പറ്റി ഒന്നും കേട്ടിട്ടില്ല, ഒന്നും അറിയില്ല. ഇല്ല. ഈ കുന്നുംപുറത്ത് സേതുമാധവൻ എന്ന പേരിൽ ബാലപംക്തിയിലൊക്കെ കവിത വരാറില്ലേ? അത് ഞാനാ. ഓഹോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എങ്കിലും എന്റെ കവിതകൾക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇനിയും ശ്രദ്ധിച്ചോളൂ. ഓ. അല്ല, ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. എന്താ? ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. പറഞ്ഞോളൂ. ലോഡ്ജിലെ കൂട്ടുകാർ ഇരിക്കെ പൊറുതി തരുന്നില്ല. ഒരു 15 ഡേയ്സിന് 15 ദിവസത്തേക്ക് ഒരു കൈവായ്പ എന്ന രീതിയിൽ 150 റുപ്പീസ്, 150 രൂപ ഉണ്ടാവും എടുക്കാൻ. എനിക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ, ഞാൻ പഠിക്കുകയല്ലേ. അതെ, എന്നാൽ ഈ പോക്കറ്റ് മണി, ഫുഡ് മണി എന്നൊക്കെ പറഞ്ഞ് ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. തൽക്കാലം വേറൊരിടത്തുനിന്നും മറിക്കാനുള്ള സാധ്യത കാണുന്നില്ല, അതുകൊണ്ടാ. ഞാൻ ശ്രമിച്ചു നോക്കാം, ഉറപ്പ് പറയുന്നില്ല. അല്ല, ഉറപ്പ് പറയണ്ട, പക്ഷെ ഉറപ്പായിട്ട് ഒപ്പിച്ചു തരണം. നോക്കട്ടെ. ഒപ്പിച്ചു തരണം. ഉം. ആ. എന്താണാവോ? സേതുല്ലേ? ഓ, സേതുവിനെയാണോ? എടാ സേതു, ഓൻ കുറച്ച് തിരക്കിലാ. ഓൻ അവിടുത്തെ തേങ്ങ അടുക്കളപ്പണി ഫോനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത്. വാടക ഏതായാലും തരില്ല. അവരെങ്ങനെങ്കിലും മുതലാട്ടെ. ആ, മോക്ക് എന്ത് വേണം നമ്മളോട് പറഞ്ഞോളി. ഒന്നും വേണ്ട. ആരാ ഇത്? ഞാനൊരു കവിത എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എഴുത്തിനിടയ്ക്ക് വിളിപ്പിച്ചുകൊണ്ട്. അത് കുഴപ്പമില്ല, ഭാവന ഉള്ളതുകൊണ്ട് എന്തെങ്കിലും എഴുതണം തോന്നിയാ എനിക്ക് എപ്പോഴെങ്കിലും എഴുതാം. ദാ, ഇന്നലെ പറഞ്ഞത് മുഴുവനില്ല കേട്ടോ. ഇത് മതി. ഒരു മിനിറ്റ്. ബുദ്ധിമുട്ടായ? സാരല്ല. കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ്. സാരല്ലെന്ന് പറഞ്ഞില്ലേ? ചായ വേണ്ട, ഞാൻ പോട്ടെ. ദാ, നിന്റെ ആ പുഴുങ്ങിയ ചിരി ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല, നമ്മൾ പിടിക്കുന്ന കാര്യം കുത്തിയിട്ട് കുറച്ച് തിരിച്ചു തരട്ടെ. എന്തായാലും ഓ, അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി മതി. പാട പിടിച്ചേ. പ്രശ്നം തീർന്നല്ലോ. ആ, ഇത് കാര്യമല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്താ? അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു. ഇപ്പതാ കാശും കൊണ്ടുവന്നിരിക്കുന്നു. നേരെ തന്നെ. അല്ല മോനെ, തടി കേട് വരുമോ? എന്തിന്? അല്ല, നീ ഓളിയിട്ട് വല്ല ലവോ കാര്യമുണ്ടോ? ലവോ? അതെ, ഒരു പുകഴ്ത്താൻ പറഞ്ഞല്ലോ. പോകിത്തരാ. പിന്നെ ഒരാൾക്ക് ഒരാളെ സഹായിക്കാൻ പാടില്ലേ? നിനക്ക് ചൂടാവില്ല, പറയട്ടെ. നിനക്ക് പോയിട്ട് ആ കവിത എഴുതി മുഴുവനാക്ക്. എനിക്ക് ഓഫീസ് പോകാനാകുമ്പോഴത്തേന് ചോറും കറി ആകേണ്ടതാണ്. പിന്നെ ഭാവന വന്ന് കവിത എഴുതി നശിപ്പിച്ചാളരുത്, നോക്കി തരണം. ഇതാ തന്നെ സംഗതി. ശരിയാ, ഉറപ്പ് തന്നെ. സംശയമുണ്ടോ?